രണ്ടു ഭരണകാലഘട്ടത്തിലേതായി 9 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിന്റെ ലഘുലേഖ. മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും അധികം PSC നിയമനങ്ങൾ നടന്നത് കേരളത്തിലാണെന്നും ഈ ലഘുലേഖയിൽ പറയുന്നുണ്ട്. 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലഘുലേഖ പുറത്തിറക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്കൊക്കെ തുടക്കമാകാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായാണ് ഈ ഒരു ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലഘുലേഖയിൽ അക്കമിട്ടിരിക്കുന്നത്? മറ്റെന്തെല്ലാം നേട്ടങ്ങളെയാണ് ഈ ലഘുലേഖയിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്? അതിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർഗോഡ് തുടക്കമാവുകയാണ്. ഏപ്രിൽ 21 ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ മെയ് 30 വരെയാണ് നടക്കുന്നത്. എല്ലാ ജില്ലകളിലുമായി വിവിധ പരിപാടികളടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടികളിലടക്കം തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് എണ്ണിപ്പറയുക. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ PRD ഒരു ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് എണ്ണിപ്പറയുന്നത്. 108 പേജുള്ള ഒരു ലഘുലേഖയാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആമുഖത്തോടു കൂടിയുള്ള ഒരു ലേഖ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 പേജുള്ള ലഘുലേഖ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ 9 വർഷത്തോളം കാലം എന്തെല്ലാമാണ് സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് കേരളത്തിലാണ്. കൂടാതെ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ അഭിമാനകരമായി ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഈ സേവനങ്ങൾ എല്ലാ ജില്ലകളിലും ലഭ്യമാണ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള വികസന നേട്ടങ്ങൾ തന്നെയാണ് ഈ ലഘുലേഖയിൽ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ഇതിന് മുന്നോടിയായി തന്നെയാണ് PRD വഴി ഇത്തരത്തിൽ ഒരു ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് ഈ ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഭരണ നേട്ടത്തിന്റെ നാനാ തലങ്ങളിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആമുഖത്തോടു കൂടിയാണ് ഈ ലഘുലേഖ തുടങ്ങുകയടക്കം തന്നെ ചെയ്യുന്നത്. ഇനി നാളെയാണ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി കാസർഗോഡ് നിന്നും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നത്. അതിനുശേഷം മെയ് 30 തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഈ ദിവസങ്ങളിലായി തന്നെ എല്ലാ ജില്ലകളിലുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ യോഗങ്ങളിൽ അടക്കം തന്നെ സർക്കാരിന്റെ ഈ വികസന നേട്ടങ്ങൾ തന്നെയാണ് പ്രധാനമായും എണ്ണി പറയുക. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, എന്തെല്ലാം വികസനങ്ങളാണ് കൊണ്ടുവന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ യോഗങ്ങളിലടക്കം പറയുക. എന്തായാലും ഇപ്പോൾ നാളെ നടക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾക്കും വിതരണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുല്യ.